നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി സീറ്റ് ഉറപ്പിച്ചതോടെ താരപ്രചരണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി കഴിഞ്ഞ തവണ രംഗത്ത് വരാത്ത പല സൂപ്പർ താരങ്ങളും ഇക്കുറി തൃശൂരിന്റെ മണ്ണിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സുരേഷ് ഗോപിയോടൊപ്പം കേരളത്തിൽ മറ്റൊരു VIP സ്ഥാനാർത്ഥി കൂടി കേന്ദ്ര നേതൃത്വത്തിൻ്റെതായി രംഗത്ത് വരും. തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ, കാസർഗോഡ്, പത്തനംതിട്ട തുടങ്ങിയ വിജയപ്രതീക്ഷയുള്ള 5 or 6 മണ്ഡലങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതകളെ കുറിച്ച് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ നിന്ന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന റിപ്പോർട്ട് കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലായിരിക്കും, നിയന്ത്രണത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം തൃശൂരിന്റെ മണ്ണിൽ വിജയം ഉറപ്പാണെന്ന് BJP കേന്ദ്ര നേതൃത്വം ഉറപ്പിക്കുന്നു. കേവലം കേരളത്തിലെ പാർട്ടിക്കുള്ളിലുള്ള ചില ഗ്രൂപ്പ് വൈരങ്ങൾ, ചില പടലപ്പിണക്കങ്ങൾ, അതുമൂലം തൃശൂർ ലോക്സഭാ സീറ്റ് കൈവിട്ട് പോകരുത്, അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് BJP ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പ്രധാനമന്ത്രി നിരന്തരമായി എത്തുന്നു. തൃശ്ശൂരിൽ തന്നെ 2 തവണ എത്തുന്നു. തൃശ്ശൂരിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ റോഡ് ഷോയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്നു. റോഡ് ഷോ നടത്തിയ വാഹനത്തിൽ സുരേഷ് ഗോപിയെ അദ്ദേഹം നിർബന്ധിച്ച് കയറ്റുകയാണ്. ഇതൊക്കെ തന്നെ തൃശ്ശൂരുകാർക്കൊരു സന്ദേശം നൽകാനുള്ള ബുദ്ധിപരമായ നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം സുരേഷ് ഗോപിയെ വലിയ പ്രതീക്ഷയോടെയാണ് തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത്. സുരേഷ് ഗോപിക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അടുത്ത ബന്ധമുണ്ട്. ഇത്തരത്തിലുള്ള സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തുക, ആ സന്ദേശം ലഭിക്കുന്നതോടെ സാധാരണക്കാർ സുരേഷ് ഗോപിക്കും BJPക്കും അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നു. അതുമാത്രവുമല്ല, ഇനി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലാണ് തെരഞ്ഞെടുപ്പിന്റെ കടിഞ്ഞാൺ എന്നറിയുന്ന പക്ഷം BJPയുടെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമെല്ലാം കൂടുതൽ ഊർജ്ജസ്വലരാകും. ഒരു തരത്തിലുള്ള മടിയും കൂടാതെ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ആഴ്ന്നിറങ്ങുമെന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ. അതിനുമപ്പുറം വലിയ ജനകീയ പിന്തുണ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിപ്പുറം BJP നേതാവ് കൂടിയായ നടൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പദയാത്ര നടത്തുന്നു. അതും 13-14 കിലോമീറ്റർ ദൂരം അദ്ദേഹം നടന്നു തന്നെയാണ് ആ പദയാത്ര നടത്തിയത്. അതിൽ പങ്കെടുത്ത 10,000-കണക്കിന് ആളുകൾ, ആ ആളുകൾ എല്ലാം തന്നെ BJP പ്രവർത്തകരായിരുന്നില്ല, അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരായിരുന്നില്ല. അതിനപ്പുറം കരിവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായ സാധാരണക്കാരായിരുന്നു അവരിൽ പലരും. ആ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളായിരുന്നു അവരിൽ പലരും. അവരൊക്കെ തന്നെ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ ആ പദയാത്രയിൽ പങ്കെടുത്തത് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏക ഒരാൾ സുരേഷ് ഗോപി മാത്രമായതുകൊണ്ടാണ്. ആ യാത്രയ്ക്ക് ഫലമുണ്ടായി. പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലിയ അന്വേഷണമുണ്ടായി. കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകളിൽ പുതിയ കണ്ടെത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിക്ക് തന്നെ ആ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിരിക്കുന്നു. വ്യവസായ മന്ത്രി P. രാജീവ് വഴിവിട്ട് വായ്പ നൽകാൻ വേണ്ടി കരിവന്നൂർ ബാങ്കിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന കേസിലെ പ്രതി കൂടിയായ സുനിൽകുമാർ തന്നെ മൊഴി നൽകിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ CPM നേരിട്ട് നടത്തിയ ഒരു വായ്പാ തട്ടിപ്പും ബാങ്ക് തട്ടിപ്പുമാണ് കരിവന്നൂരിൽ നടന്നത്. ആ തട്ടിപ്പിന്റെ പണം, അതിന്റെ നേട്ടം CPMന്റെ നേതാക്കൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. 100 കോടി രൂപയുടെ ഹവാല ഇടപാടാണ്
കരുവന്നൂർ ബാങ്കിലൂടെ 24 അക്കൗണ്ടുകളിലൂടെ CPM നടത്തിയത്, CPMന്റെ ഏരിയ കമ്മിറ്റികൾ നടത്തിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ പുറത്തു വന്നത് കരുവന്നൂർ ബാങ്കിനെതിരെ നടൻ സുരേഷ് ഗോപി നടത്തിയ പദയാത്രയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും, അത് മാത്രവുമല്ല സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന്, കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യക്ഷമമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ടായതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പലതും പുറത്തു വന്നിരിക്കുന്നതും. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. തന്റെ MP ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം തൃശ്ശൂരിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോഴും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നിരാലംബരായ ആളുകളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ജനകീയനായ ഒരു സിനിമാ താരം, അത്തരം ഒരു ഇമേജ് സുരേഷ് ഗോപി ഉണ്ടാക്കിയത് വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ 5 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല തൃശ്ശൂരിൽ ഇപ്പോഴുള്ളത്. 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും രാജ്യത്ത് UP അധികാരത്തിലേക്ക് എത്തുകയും രാജ്യത്തെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നാവുകയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഒന്നടങ്കം UDFന് പിന്നാലെ വോട്ട് ചെയ്തത്. അത് UDFന് അനുകൂലമായ ഒരു തരംഗമാവുകയും ചെയ്തു. എന്നാൽ ഇക്കുറി അത്തരം ഒരു സാഹചര്യമില്ല. ഇക്കുറി രാഹുൽ ഗാന്ധി എന്നല്ല, ഇനി ആര് തലകുത്തി നിന്നാലും നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനോ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിനെ പരാജയപ്പെടുത്താനോ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി ആണെന്ന കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോൾ ആർക്കുമില്ല. 100ൽ 90% ആളുകൾക്കും അറിയാം നരേന്ദ്രമോദി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയായി വരും എന്നുള്ളത്. അപ്പോൾ അതിൽ ആശങ്കയുടെയോ സംശയത്തിന്റെയോ സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കുറി കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നും കേരളത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധി ലോക്സഭയിലേക്ക് BJPയുടെ പേരിൽ BJPയുടെ അക്കൗണ്ടിൽ ഉണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടായാൽ ആ വ്യക്തിക്ക് കേന്ദ്ര ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ആ മന്ത്രി പദവി തൃശ്ശൂരിന് ലഭിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. അത് സുരേഷ് ഗോപിയിലൂടെ സാധ്യമാകുമെന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരങ്ങൾ. അതുമാത്രവുമല്ല, സിനിമാ താരങ്ങൾ അടക്കമുള്ള നിരവധി പേർ ഇത്തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മമ്മൂട്ടിയോ മോഹൻലാലോ അടക്കമുള്ള താരനിര തന്നെ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകും. സംവിധായകൻ ഷാജി കൈലാസിന്റെ ഒരു കൃത്യമായ ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിരുന്നു. അതായത് മകളുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം അണിയിക്കുന്ന സുരേഷ് ഗോപിയും കുടുംബവും എന്തോ കാരണവശാൽ ആ സ്വർണ്ണ കിരീടം താഴേക്ക് വീണു പോകുന്നു. പിന്നീട് സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ അപഹാസ്യങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും വലിയ ട്രോളുകളും നിറഞ്ഞിരുന്നു. അതായത് മാതാവ് ആ സ്വർണ്ണ കിരീടത്തെ നിരസിച്ചതാണ്, സുരേഷ് അപശകുനമാണ് എന്ന തരത്തിലൊക്കെ. അപ്പോൾ അതൊന്നും ശരിയല്ല എന്നും ഇതൊക്കെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാകേണ്ട സാഹചര്യങ്ങളാണെന്നും ഇത്തരം സാഹചര്യങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തെ വളരെ തന്ത്രപരമായി മറികടന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് സുരേഷ് ഗോപി എന്നും ഷാജി കൈലാസ് കുറിക്കുന്നു. അതുമാത്രവുമല്ല, തൃശ്ശൂരിന്റെ മണ്ണിൽ വലിയ വിജയത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകളും ഷാജി കൈലാസ് നൽകുകയാണ്. ഇങ്ങനെ ഓരോ താരങ്ങളും ഓരോ താരരാജാക്കന്മാരും അടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങി കഴിഞ്ഞാൽ അത് തൃശ്ശൂരിന്റെ മണ്ണിൽ വലിയ അത്ഭുതങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.